നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ കുറവ് പൈസയല്ലേ കിട്ടുള്ളൂ. മേ ബി 1/10 ഒക്കെയല്ലേ പലപ്പോഴും കിട്ടുന്നത്. ക്യാൻ ദേ സർവൈവ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് മണി? അതുകൊണ്ടാണല്ലോ നമ്മൾ പ്ലാൻ ബി എന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാർ സ്വീകരിക്കാൻ നിർബന്ധിതമാവുന്നത്. പക്ഷെ ഒരു ടി വിയിൽ നല്ലൊരു ഷോയുടെ ആങ്കറൊക്കെ ആണെങ്കിൽ കാരണം അവരൊക്കെ തുറന്നു പറയും കിട്ടിയിട്ടില്ലെങ്കിൽ. ഇപ്പോൾ രഞ്ജിനിയോടൊക്കെ ഈ മാതിരി പരിപാടിയും കൊണ്ട് പോയാൽ ഷീ വിൽ ഓപ്പൺലി സേ യെസ്. അതുപോലെ പറയാൻ ബാക്കിയുള്ളവരും പഠിക്കണം. യു ഷുഡ് ഇഫ് ഷീ ഈസ് ഇൻസ്പയറിംഗ്, ആക്ച്വലി ആ ഇൻസ്പിറേഷൻ നമ്മൾ അത് എടുക്കണം. നമ്മളും തുറന്ന് പറയണം, ഭൈ നീ ചലേഗ. ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു രഞ്ജിനിനെ നിർത്തിക്കൊണ്ട് ജഗദീഷ് ശ്രീകുമാർ പറയുന്നത്. അതിൻ്റെ അത് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് അപ്ലോഡ് ചെയ്തു. ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. പക്ഷെ എനിക്കെന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസിനെ പറ്റിയിട്ട് അങ്ങനെയല്ല രഞ്ജിനി ഹരിദാസിനെ കാണേണ്ടത്. ഷീ ഓപ്പൺഡ് അപ്പ് എ ഹ്യൂജ് സ്ട്രീം അല്ലേ? നമ്മൾ അത് കാണാതെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ? അപ്പൊ ഇത് സത്യത്തിലൊരു നന്ദിയില്ലാത്ത ജോലിയല്ലേ? മായാനദി സിനിമയിൽ ആങ്കർ ചെയ്യുന്നതാണ് നമ്മുടെ ലേഡി ലീഡ് റോളിന്റെ ജോലി. അപ്പൊ അവര് സത്യത്തിൽ ആ പൈസക്ക് വേണ്ടിയിട്ട് ആ കഷ്ടപ്പാട് അനുഭവിക്കണ്ടേ? ഇപ്പൊ എൻ്റെ വൈഫ് അവള് ഒരുപാട് ആങ്കറിങ്, കോർപ്പറേറ്റ് ആങ്കറിങ്ങും അല്ലാതെ ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സ് ഒക്കെ ആങ്കർ ചെയ്തിട്ടുള്ളതാണ്. UAE ആണെങ്കിൽ ഒരു 3000 ദിർഹം കിട്ടാത്ത പണിക്കൊന്നും അവള് പോവില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവക്ക് വേണ്ട. കാരണം എന്ന് വെച്ചാൽ വീട്ടില് കാറുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, നമ്മൾ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അവള് UAE ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന ആങ്കർ. ഭൈ വേണോ ഇത്ര വേണം, ഇല്ലേ വേണ്ട. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും. then they value our work, they call us. പക്ഷെ ചില ആൾക്കാർക്ക് അത് പറ്റില്ല. അവൾക്ക് ഭയങ്കര ജാടി, അവളോട് അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവർക്ക് ഇത് കിട്ടിയിട്ട് വേണ്ടി വരികയും വീട്ടിൽ കഞ്ഞി വെക്കാൻ. അങ്ങനെയുള്ള അവസ്ഥ കോംപ്രമൈസ് ചെയ്യുന്നത് desperation and people use women's desperate situation. അപ്പോൾ നമ്മൾ ഡെസ്പറേറ്റ് ആവാതെ ആ സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതെ അവിടെയും സ്ട്രെങ്ത് ഉള്ള വിമൻ കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് അവർ പറയും. KPSC എഴുതിയ ആത്മഹത്യ വായിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് നടക്കില്ല അത് പറയാൻ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലവർക്ക് പറ്റണില്ല. നമുക്ക് എല്ലാവരും ഒരുപോലെ കാണാൻ പറ്റും. അത് ഈ മെന്ററുടെ ക്വാളിറ്റിയും അതിനെ കറക്റ്റ്. നമ്മൾക്ക് ഒരാളൊരു വഴികാട്ടി അവർക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഒരു ഗുരു കനോട്ട് കം ആൻഡ് പ്ലേ ലീവ് അവർ ലൈഫ്. ഹി ക്യാൻ ഓൺലി ഗൈഡ് us. എ മെന്റർ ക്യാൻ ഓൺലി ഗൈഡ് us. ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്തിട്ടാണോ പരീക്ഷ വരെ നമ്മൾ എത്തിപ്പെട്ട് പാസ്സാവുന്നത് അല്ലേ? നമുക്ക് അവർ പറഞ്ഞു തന്ന് അതുപോലെ ഒരു ഗൈഡ് വിച്ച് ഇസ് വെരി മച്ച് നീഡഡ് നൗ. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ജനിച്ച് വളരെയാണ്. വിമൻസ് ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പെൺകുട്ടി ജനിച്ച് വളരെയാണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ അവളുടെ ടീനേജ് പ്രായത്തിൽ അവൾ മനസ്സിലാക്കുകയാണ് ഷീസ് ഗേ, ഷീസ് ലെസ്ബിയൻ. അത് വല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ കേരളത്തിൽ? അവളെ എന്ത് ചെയ്യും? സ്വന്തം അച്ഛനോടും അമ്മയോടും അത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുട്ടികൾ പഴയ പോലെയല്ല. നമ്മളിപ്പോൾ ഒരു 15-16 വയസ്സിലാണ് അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഒരു പെൺകുട്ടിയുടെ നിലയിൽ യു കം ഇൻ ടു അഡോളസൻസിൽ ഒരു 15 ഇയേഴ്സിലൊക്കെയാണ്. ഈ അതേ സ്ഥാനത്ത് കുട്ടികൾ 12 ഇയേഴ്സ്, 10 ഇയേഴ്സ്, 9 ഇയേഴ്സ്, 5 ഇയേഴ്സിലൊക്കെ ആയി തുടങ്ങി. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹോർമോൺസ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഹോർമോൺസ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ വരുന്ന ഹോർമോൺസ്. ചിക്കൻ്റെ ഉപയോഗം കൂടുതലാണ് അല്ലെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ കുട്ടികളോട് വണ്ണം കുറയ്ക്കുക, ഈ ഭക്ഷണം കഴിക്കരുതെന്ന് പറയണ പോലെ വെൻ വി ആർ എഡ്യൂക്കേറ്റിംഗ് ദം, വി ഷുഡ് ആക്ച്വലി എഡ്യൂക്കേറ്റ് ദം ഓൺ ദെയർ സെക്ഷുവാലിറ്റി ഓൾസോ. അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബയോളജി 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ വരൂലല്ലോ. ടീച്ചർ എന്താണെന്നറിയില്ല, ലീവായിരിക്കും. അതെന്ത് സത്യം. They should be terminated from service. Yes, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ I would say നമുക്കൊരു ഓപ്പൺ കോൺവെർസേഷൻ ഇപ്പോൾ നമ്മൾ വേണം വെച്ചിട്ടല്ല ഞാൻ മറ്റേ ലെസ്ബിയൻ ആയിട്ടോ അല്ലെങ്കിൽ അതൊന്നും അല്ല. നമ്മുടെ സെക്ഷുവാലിറ്റി നമ്മൾ തീരുമാനിക്കണമെന്നല്ല അവിടെ നിന്ന് പോരുമ്പോൾ വരുന്നതാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരു അതെന്താ വെച്ചാൽ ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്. ഇതിപ്പോൾ ഒരു ഇതിന് മാറ്റം വന്നാൽ അപ്പം അവർ ട്രാൻസ്ജെൻഡറായി. ഞാൻ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരോട്, പ്രത്യേകിച്ച് ചെറിയ പിള്ളേരോട് 20 വയസ്സ് 19 വയസ്സ് സംസാരിച്ചിട്ടുണ്ട്. അവര് എല്ലാവരും വീട് വിട്ട് ഓടി വന്നവരാണ്. They are disturbed to the core because വീട്ടുകാർ is more bothered about bloody society. They are not bothered about the kids. എന്നോട് ഒരു കുട്ടി പറഞ്ഞാണ്, പിന്നെ ഒരു കല്യാണത്തിന് പോലും ഞങ്ങളെ കൊണ്ടുപോകില്ല,
ആദ്യം ഞങ്ങളെ കൊണ്ടുപോകില്ല, പിന്നെ അമ്മയും അച്ഛനും പോവാതായിരുന്നു. കാരണം ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് നാട്ടിൻപുറത്ത് പ്രോബ്ലം. അല്ല ഇപ്പൊ ഞാൻ അത്രയും വേദന സഹിച്ച് 10 മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ മകനെയോടാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം വേണ്ടത്, അതോ നാട്ടുകാർ പറയണമെന്നാണോ? യു ലവ് യുവർ കിഡ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടീനെയാണോ ഇഷ്ടം, അതോ ഈ നാട്ടുകാരെയാണോ? നമുക്ക് 1000 കുടത്തിന്റെ വായ അടയ്ക്കാൻ ചെയ്യുന്നല്ലേ? അതിന് ബിക്കോസ് നമ്മളിപ്പോ പണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് സെക്ഷുവാലിറ്റി. ഞാനൊരു ബ്യൂട്ടിഫുൾ ഒരു സീൻ കണ്ടിട്ടുണ്ട്, ഏതിലേ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പെൺകുട്ടിയോട് അവളുടെ ഒരു ഫ്രണ്ട് പറയും, ഫ്രാൻസിലാണ് ഈ സംഭവം നടക്കുന്നത്, എൻ്റെ വിൻയാർഡ് ഉണ്ട്, നല്ല വൈൻസ് ഉണ്ടാക്കും എൻ്റെ അമ്മയും ഫാമിലിയും ഒക്കെ, പിന്നെ എൻ്റെ ബ്രദർ ഉണ്ട് അവിടെ. അപ്പോൾ ബ്രദറിനെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇവൾക്ക് മനസ്സിൽ ബ്രദറിനോട് ഭയങ്കര സ്നേഹം. ഇതിങ്ങനെ അതായത് ഇവർ രണ്ടുപേരും പാരീസിൽ ജോലി ചെയ്യാണ്. ഡെയിലി കോഫിയിലൊക്കെ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്രദറിനെ കുറിച്ചാണ് സംസാരം, ബ്രദർ അങ്ങനെയാണ് ബ്രദർ. അപ്പോൾ എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ ബ്രദറിനോട് ഭയങ്കര സ്നേഹം. അപ്പോൾ ഈ കുട്ടി ഒരു ദിവസം, ഈ പെൺകുട്ടി, അവൾ ബ്രിട്ടീഷാ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ പാരീസിൽ ഭയങ്കര ഓഡ് മാൻ ഔട്ട് പോലെയാണ്. ഒന്നാമത് ഇവർ ഫ്രഞ്ചേ പറയുള്ളൂ, ഇംഗ്ലീഷ് പാരീസിൽ സംസാരിക്കില്ല. അപ്പോൾ അവളിങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഈ കുട്ടി വീട്ടിലോട്ട് പോകുമ്പോൾ ഇവളും കൂടെ പോവുകയാണ് 2-3 ദിവസത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഈ വിനിയാടിൻ്റെ ഒരു ടൂറുണ്ട്, അത് ഓർഗനൈസ് ചെയ്യുന്നൊരു പയ്യൻ. അപ്പോൾ ഈ പെൺകുട്ടി പറയും എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഈ മനുഷ്യനോട് ഒരു താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ ഇവളോട് അയാൾക്കും ആ ഒരു ഡേയിലെ ഒരു ടൂറിൽ താല്പര്യം തോന്നിയിട്ട് ദേ ഹാഡ് സെക്സ് ദാറ്റ് നൈറ്റ്. പിറ്റേന്ന് രാവിലെയാണ് എല്ലാം പ്രശ്നമാകുന്നത്. ഇത് ബ്രദർ തന്നെയാണ്, പക്ഷേ ഈ കുട്ടിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. മാറിപ്പോയി. ഈ പയ്യന് 17 വയസ്സേ പ്രായമുള്ളൂ. അത് ഇവളത് കേട്ട് ഞെട്ടിയിട്ടപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെച്ചിട്ടാണ് ഇവളിത് അറിയുന്നത്. അപ്പോൾ അമ്മ ഇരിക്കുന്നുണ്ട്, അച്ഛൻ 17 വയസ്സുള്ള ദാറ്റ്സ് എ ഹ്യൂജ് ക്രൈം. എന്നിട്ട് ഈ കുട്ടിയുടെ അമ്മ, ഈ 2 ബ്രദേഴ്സിൻ്റെ ഈ സിസ്റ്ററുടെ അമ്മ ഈ പെണ്ണിനെയും വിളിച്ച് ഒരു ഓഫീസ് റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ചോദിച്ചു, എങ്ങനെ, ഹൗ വാസ് ഇറ്റ്, എൻ്റെ മോൻ വാസ് ഹി ഗുഡ്? നെറ്റ്ഫ്ലിക്സിലുള്ളതാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം അടി നടക്കുമെന്നാണ്. നീ എൻ്റെ മോൻ വാസ് ഹി ഗുഡ്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു വെരി ഗുഡ്. അത് അങ്ങനെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ നമ്മുടെ നാട് കുറച്ചും കൂടി ഒന്ന് ഒരു കാര്യം ചെയ്തു, ഈ കുട്ടിയോട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരരുത്. കാരണം അവൾ ചെറിയ പയ്യനാണ്. പക്ഷെ ആ അമ്മയ്ക്കുള്ള സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് ഗുഡ് ഇൻ ബെഡ്, നോട്ട് സ്ട്രെയിറ്റ്, ഹി വാസ് ഗുഡ് ഇൻ ബെഡ്. അറ്റ്ലീസ്റ്റ് ആ പ്രോബ്ലം ഇല്ലല്ലോ, റിലാക്സ്ഡ്. അപ്പം ആ ഒരു രീതിയിൽ ഫ്രഞ്ചുകാരൊക്കെ ബെറ്റർ ഇൻ ദാറ്റ് സെൻസ്. നമ്മുടെ നാട്ടിൽ ഈ ദാരിദ്ര്യം, ഈ സെക്സിനോടുള്ള ദാരിദ്ര്യം കാരണം too much of addiction towards porn is the problem. They believe that in terms, if I consider എൻ്റെ അനുഭവത്തിൽ പെണ്ണ് ഇത് ഭയങ്കര. ഇപ്പം ഇന്നലെ തന്നെ ഞാൻ യക്ഷിയുടെ പടം ഇട്ടു, നമ്മുടെ മലമ്പുഴ യക്ഷി. സോ ഇറ്റ് ഈസ് നോട്ട്, ഞാൻ യക്ഷിയുടെ പടം എടുത്തിട്ടതല്ല, അത് ടൈംസ് ഓഫ് ഇന്ത്യ മറ്റേ കനായ കുഞ്ഞിരാമനെ കുറിച്ച് എഴുതിയതുണ്ട്. അത് ഒരെണ്ണം ക്ലിക്ക് ചെയ്തില്ല, അത് വായിക്കണില്ല. ഇതെന്താ സാധനം? സീരിയസ്ലി അതിന്റെ ഭംഗി കാണണം. അപ്പൊ ഒന്ന് ആലോചിച്ചു, അത് മനസ്സിലാവാത്തവരോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവരോട് നമ്മൾ പിന്നെ എന്ത് പറയാന്? പാടാണ്. അവരെ ബേസിക്സ് മുതൽ പഠിപ്പിച്ചു തുടങ്ങണം. കമ്മിങ് ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, സെക്ഷൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ വേണ്ടത്, പേരൻസിനും വേണം. 2 പേർക്കും അത് വേണം. അതായത് ഒരു 11 വയസ്സുള്ള പയ്യൻ അല്ലെങ്കിൽ ഒരു 12 വയസ്സുള്ള പെൺകുട്ടി സ്വന്തം മോള് വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഇപ്പം ആസ് എ പാരന്റ് എന്നോട് പറയുകയാണ്, അച്ഛാ ഞാൻ ഗേ ആണ് എന്ന് പറയുമ്പോൾ ഞാൻ ആ കുട്ടിയെ എടുത്തിട്ട് ഇടിക്കാതിരിക്കാനുള്ള ബോധം എനിക്കുണ്ടാവണ്ടേ? അത് വേണം. അതിന് നമ്മൾ ഇനിയും നമ്മുടെ ഭാഗത്തുനിന്ന്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവരുടെ ക്വീർ അങ്ങനത്തെ ഇതുണ്ടല്ലോ, അത് മാത്രം പോരാ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കുറച്ചും കൂടി